വാട്ടർ കഴിച്ച് കിടന്ന് ഇസ്തിഗ്ഫാർ BNSF BSF നേതൃത്വത്തിൽ പട്ടാളക്കാരനായിരിക്കണം, സാറായിരിക്കണം, സെക്യൂരിറ്റി. ഓ പട്ടാളക്കാർക്ക് കഴിക്കാനുള്ള ടെൻറ്റ്, ഒരു ഭക്ഷണം കഴിക്കണം. ഓ കോട്ടയ്ക്കുള്ള വഴി. വെള്ളം വേണം, ദാഹിക്കുന്നുണ്ട്. വെളിയിൽ ചെന്നപ്പോൾ ഇതാവസ്ഥ. വേണ്ട കുറേ ആൾക്കാർ. ഇതാണ് കോട്ട മോള്. ഇവിടെ ഇതിൽ വെള്ളമുണ്ട്. പട്ടാളക്കാരനടുത്ത് കുടിക്കട്ടെ ചോദിച്ചാൽ അയാളൊന്നും വേണ്ടിയില്ല, പക്ഷെ ഞാൻ വെള്ളം എടുത്തു. അയാൾ കുടിക്കട്ടെ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. കുടിച്ചോന്നും പറഞ്ഞില്ല, ഞാൻ കുടിക്കട്ടെ ചോദിക്കുകയും ചെയ്തു. ഏതായാലും ഇവിടെ ഇരിക്കാനുണ്ട്. അവിടെ കയറിയിട്ട് വേണം ഇവിടെ എത്താൻ. അപ്പോൾ ക്ഷണിച്ചു. കണ്ട BS പൊട്ടക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സൂം കരോ. ഇത് പോട്ടെ, ക്യാമറക്കാരനെ നേരം വീഡിയോ കരോ. താങ്ക് യു സാർ. വെള്ളം കൊണ്ടേ പോയത്. വെള്ളമൊക്കെ വെള്ളം എടുക്കാൻ മുകളിൽ കൊണ്ടുപോകണോ? എവിടുത്തെ വെള്ളം കൊണ്ട് മുകളിൽ പോകണം? എവിടേക്കാ ഇയാൾ വെള്ളം കൂടി പോണേ? ഒക്കെ BSF നേതരണം. ഗുരുദ്വാര, അതാണ് ഗുരുദ്വാര. കാളിമാതി ടെമ്പിൾ. ഇതാ നമ്മുടെ താഴത്ത് കണ്ട ഫ്ലാഗ്. ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്. അത് കിടക്കുന്നു. ഇവ സ്റ്റോപ്പാണല്ലോ. അല്ല, ഇതിൽ ചെരുപ്പിട്ട് അകത്ത് കയറാൻ പറ്റൂല. ഗുരുദ്വാര ഇവിടെ ഗുരുദ്വാര ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടന്നെ ഇവിടെ ടെമ്പിൾ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട ടെമ്പിളില്ലേ, ആ ടെമ്പിൾ ഇതാ നിൽക്കുന്നു. ടെമ്പിൾ ഊപ്പർ ആർമിക്കാർക്ക് പ്രാർത്ഥിക്കാൻ, ആർക്ക് പ്രാർത്ഥിക്കാം. വാ, ഇനി ഇവിടെ കൽസ മ്യൂസിയം, ഹരി പർവത് ഫോർട്ട്. ഇത് മഹാന്മാരുടെ എല്ലാവരും ഉണ്ട് ഇവിടെ. കൺസ്ട്രക്ഷൻ, അസംബ്ലിങ്. ഫ്ലാഗ് പൊക്കിയില്ല, ഫ്ലാഗ് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഫ്ലാഗ് ഉണ്ടാക്കിയതിൻ്റെ ഈ എഴുതി വച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് 2021 ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഉയർത്തിയതിൻ്റേതാണിത്. 100 അടിയാണ് ഇതിൻ്റെ ഉയരം. ഇത് മുകളിൽ നമ്മൾ കണ്ട, ദൂരെ നിന്ന് കണ്ട ആ പറയപ്പെട്ട ഫ്ലാഗ്. വാ, ഇങ്ങോട്ട് ഏറ്റവും മുകളിലെത്തി. മുകളിൽ പറയണ്ട. ഇപ്പൊ അതിന്റെ മുകളിൽ കയറാൻ പ്ലാനിങ് ഉണ്ട്. കയറാൻ പട്ടാളക്കാരൻ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. ये मुझे ही चाहिए. वीडियो चल रहा है.
പട്ടണക്കാർ അവിടെ കയറുന്നു. താങ്ക് യു സർ. ഫുൾ ഓൺ ഗെയിം. ഇത് അരിപ്പർഫത്ത് കോട്ടിൻ്റെ ഏറ്റവും ടോപ്പിലായി നിൽക്കുന്നത് കാശ്മീരിൻ്റെ വ്യൂ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ കാണുന്നതാണ്. कौन सा मस्जिद है भाई? वो मस्जिद कौन है? नाम क्या? चरारा शरीफ? वो क्या नाम? कौन सा वो क्या? वो वाला बड़ी वाला जामिया मस्जिद. जामिया मस्जिद. കാണുന്ന ജാമിയ മസ്ജിദാണ്. ക്യാമറ നോക്കൂ. ജാമിയ മസ്ജിദ്. ജാമിയ മസ്ജിദ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് ശ്രീനഗറിൽ. ഓപ്പൺ ഏരിയ ആണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. സൂര്യൻ്റെ ഓപ്പോസിറ്റാണ്. കാശ്മീരാണ് ഈ കാണുന്നത് ഫുള്ള്. കാശ്മീരിൻ്റെ വേറൊരു വ്യൂ കണ്ടോളൂ. ആ കാണുന്നത് ക്രിസ്തവ സ്ഥലങ്ങളാണ്. 40 Pro Max. Clearing all spaces is big. To make it too big. बीच में इधर क्लिक करना है, ये क्लियर आएगा. Can make it too big आपके फेस because of it is नहीं नीचे ये iPhone 14 Pro Max. ബാങ്ക് കൊടുക്കണ്ട്. वाला फोटो कैच कैमरा कैच. वीडियो ऑन है इधर. इसको वीडियो उठा ऑन है क्या? कैच. जाम मत करना. ഞാനിങ്ങനെ നോക്കുമ്പോഴേ हाँ ടോപ്പ് വ്യൂ. जैसे जामिया അടിപൊളി വ്യൂ. मस्जिद. ക്യാമറ ഇവിടുന്ന് ആ കാണുന്ന നമ്മൾ വന്ന വഴിയാണ്. ആ കാണുന്ന BSFൻ്റെ കേന്ദ്രം കാണുന്നുണ്ടാവും ക്യാമറയിൽ. ഇത് ക്യാമറ സൂം ചെയ്യാൻ ചെറിയൊരു പ്രയാസം നേരിടുന്നുണ്ട്. ഇതുപോലെ ബാത്റൂമാന്ന് തോന്നുന്നു. ചേക്കാര് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇതൊരു വഴിയുണ്ട് ഇവിടെ. ആ ഫ്ലാഗ് ഇവിടെ നല്ല ക്ലിയറായി കാണാം. ഫ്ലാഗ് ഒരു കാറ്റടിച്ച് പാറി കിട്ടിയാൽ നമ്പർ 1 ആയിരുന്നു. ആ താഴെ നിന്ന് കണ്ടുന്ന ഫ്ലാഗാണിത്. ഓരോ ഇടവഴികൾ അത് ഇതൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. क्या रहा है हमें पता है. ഈ നിൽക്കുന്ന ഏറ്റവും ടോപ്പിലാണ്. ഇതിന് മുകളിൽ കയറിയോണ്ട് പട്ടണക്കാരൻ ഇതാക്കും. വേനൊരു नहीं क्यों कर रहा है. ഇങ്ങോട്ട് ഇങ്ങനെ വന്നാ. कहाँ जाना है उसको? Sir, they don't allow on आर्मी का this. प्रॉब्लम है. और Sir, they don't allow on this. कोई नहीं चलेगा. आर्मी डे का प्रॉब्लम है. और ഇവരെ കൂടെ പോയിട്ട് ഞാൻ कैच कैमरा वीडियो ऑन है. जैसे कैसे आई मूविंग यार. ज़्यादा आगे मत जाना. नहीं ज़ूम बाद में हम थोड़ी ये ले देंगे. हेलो पढ़ो मेरा गंदा है कैमरा. അവിടെ ആർമിക്കാരോട് പോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇട്ടും കിട്ടണം. പോരാണ് ടോപ്പിലേക്ക് പ്രവേശനമല്ല. अच्छा प्रमोशन करेंगे. ടാസ്ക്കാണ്. നോട്ട് ഓഫ്. അവിടെ താഴത്തെ ആർമിക്കാരുണ്ട്. ആർമിക്കാരനെ ഇങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. അതേ പോകാൻ അനുവദിക്കുന്നില്ല. വേണ്ട റിട്ടേൺ വന്ന്. സോ ഓക്കെ താങ്ക് യു സർ. യു ആർ ഫ്രോം पंजाब. Okay. You are from Punjab. Where in Punjab you are? बता अमृतसर. Amritsar. Yeah. Okay. You are studying or job working? We both are working. Working here. What kind of work you do? I'm software engineer. Software. And your wife? My wife is in HDFC Bank. Sorry? In HDFC Bank. HDFC Bank. Oh, okay. Kashmir side. ആ കാണുന്നത് ദാൽ ലേക്കാണ്.
അങ്ങ് അകലെ കാണുന്നത് അത് ദാൽ ലേക്കാണ്. ദാൽ ലേക്ക്. നിസ്കാരം പള്ളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഓ, ദാൽ ലേക്കാണ് ഈ കാണുന്നത് ഫുള്ള്. iPhone 40 Pro Max. ഇതിൻ്റെ മറ്റേ സൈഡ് അവിടുന്ന് കാണാം. പിന്നെ വീടുകൾ കാണാനൊക്കെ. അസർ ബാങ്കിൻ്റെ ടൈം നിസ്കാരത്തിന് സമയമാണ്. ആർമിയുടെ നേതാവാണ്. ആർമിക്കാർ താത്തിറങ്ങാൻ പറയുന്നുണ്ട്. ഇവിടെ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. One photo, one video. One video, me I was coming there. മുകളിൽ കയറി സ്ഥാനമില്ല. താങ്ക് യു സാർ. ഹരി ഫർഫത്ത് ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ എത്തിയാണ്. ഇവിടെ എത്തലൊരു ഇതായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ സാധനവും ഇവിടെ നിസ്കരിക്കാണ്ട് ചോദിച്ചാൽ മസ്ജിദിൻ്റെ കാര്യം. നിസ്കരിക്കാൻ ഇവിടെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ഗുരുദ്വാരുണ്ട്, എല്ലാം ഉണ്ട്. താഴത്തേക്ക് നോക്കിയാൽ ഇതെന്തായി കാണുന്നത്? അതാണ് ദാൽ ലേക്ക്. ദാൽ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ശ്രീനഗറിൻ്റെ ഭൂരിഭാഗ പ്രദേശവും ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. ശത്രു എവിടെ നിന്ന് അളകുന്നുണ്ടോ അത് ഇവിടെ നിന്ന് അക്ബറിൻ്റെ പട്ടാളത്തിന് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്ത്രപരമായി ഇവിടെ കോട്ട ഉണ്ടാക്കിയതും. ഇത് തന്നെയാണ് പല രാജാക്കന്മാരും പല മലകളുടെയും മുകളിൽ കോട്ടകൾ ഉണ്ടാക്കാനുള്ള കാരണം. പഴയ കാലത്ത് അവർക്ക് ഉണ്ടാകുന്ന ആ വെള്ളമാണത്. ഈ കാണുന്നത് ഹരി ഫർഫത്തിൻ്റെ പള്ളിയാണ്. ഓ മസ്ജിദ് है इसका अंदर मस्जिद है. मस्जिद बंद है. നിസ്കരിക്കേണ്ടതാണ്. നിസ്കരിക്കാം. ഇത് പള്ളിയാണ്. ഇതിനകത്ത് ഉണ്ടാക്കിയ പള്ളിയാണിത്. ആ പള്ളിയിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ ഉദരാ ഉദർ ജാ ഇധർ നൈ ജാ നീച്ചെ നൈ ജാ. ഇറ്റുണ്ട് ഇവിടെ. ഈ കാണുന്ന ടീമിൻ്റെ കൂടെ അവിടെ ഒരു ഹൗലുണ്ട്. അതിൽ വെള്ളമുണ്ട്. അടിയിലേക്ക് ചെല്ലണമൊന്നുമില്ല. നിസ്കരിക്കാനൊക്കെ ഒന്നുണ്ടാക്കാൻ ഹൗലാണിത്. ആർമിക്കാർ ഇവിടെ ഉണ്ട്. काटेगा वो. अच्छा ही वो क्या है? काटा क्या? काट लिया. हाँ वो क्या है? वो जैसा हनी भी टाइप रहती है हनी भी उस टाइप का ही है. ഇവിടെ വെച്ച് ഈ കാണുന്നത് കടിഞ്ഞൽ കൂട്ടാണ്. ഇന്നെ കടിഞ്ഞൽ കടിച്ചു. 4-5 കടിഞ്ഞൽ തലമ കടിച്ചു. ഞാൻ പേടിച്ചു പോയി. ആ വീഡിയോ റിപ്പീറ്റ് ചെയ്യാൻ കാരണം അതാണ്. വീണ്ടും അവിടെ വെച്ചിട്ട് കോട്ടയുടെ ഏറ്റവും മുകളത്തെ വ്യൂവിൽ കടിഞ്ഞൽ കൂട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ വ്യൂ പോയിന്റിലേക്ക് നോക്കിയപ്പോൾ കണ്ടില്ല. അശ്രദ്ധ മൂലം ഇവർ മുകളിൽ നിൽക്കുന്നുണ്ട് കൂട്. ഞാൻ തല അറിയാതെ കൊണ്ട് അതിൽ ഇടിച്ചു പോയി. പെട്ടെന്ന് അവരെ ഇളകിയിട്ട് 4-5 തലയിലിടിച്ചു. കടിച്ചു. ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രശ്നമാക്കില്ല. ഒന്നും അടിച്ചില്ല. ഞാൻ രാത്രി റൂമിൽ കടന്നു. പിറ്റേ ദിവസം വേദന തോന്നിയില്ല. ഞാൻ വീണ്ടും സഞ്ചാരത്തിനിറങ്ങി. നമുക്കിവിടെ ഇരുന്നാൽ ശ്രീനഗറിൻ്റെ വ്യൂ കണ്ട് ആസ്വദിക്കാം. മറ്റ് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. നല്ല പ്രകൃതി ഭംഗിയാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ അക്ബർ ചക്രവർത്തി ഇവിടെ ഇരുന്നത് ഇത് ആസ്വദിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നാണ് എൻ്റെ നിഗമനം. എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അവർ മലമുകളിൽ കോട്ടയുണ്ടാക്കുന്നത് ശത്രുവിനെ വീക്ഷിക്കാനാണ്, അല്ലാതെ ഇതുപോലത്തെ ആസ്വാദനത്തിനല്ല. ഇന്ന് നമുക്ക് ആസ്വദിക്കാം ഒന്നാറുണ്ടാക്കിയത് കൊണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം ശത്രുവിനെ വീക്ഷിക്കലായിരുന്നു. ഈ വഴികളൊക്കെ താണ്ടി താഴത്തേക്ക് പോകുമ്പോൾ ഈ വഴികൾ വീണ്ടും താണ്ടി താഴത്തേക്ക് പോകണം. ഒക്കെ താണ്ടി വീണ്ടും താഴത്തേക്ക് നടന്ന് ഇങ്ങനെ റോഡിലേക്ക് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്ന് പോകണം. നീണ്ട 26 വർഷത്തോളം ഈ കോട്ട അടഞ്ഞടക്കിയിരുന്നു. പിന്നെ 2014 ഈ കോട്ട പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്.
ഫോട്ടോ എത്തതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ ദുറാനി സാമ്രാജ്യത്തെയും മുഗൾ സാമ്രാജ്യത്തെയും ഓർത്ത് ഞാൻ മെല്ലെ ഹാരി പർബത്ത് ഫോർട്ടിനോട് യാത്ര പറഞ്ഞു. वापस आओ सर हम नूरबाग में रहते हैं श्रीनगर कश्मीर जी सर 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 वेयर फ्रॉम यू मैं केरला केरला सर मेरा नाम मंसूर मंसूर सर